ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ വളരെ സിമ്പിളായ ചില കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അതായത് ബേസിക്കായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട, മനസ്സിലാക്കിയിരിക്കേണ്ട, എന്നാൽ പലരും പല സദസ്സുകളിലും തെറ്റിക്കുന്ന ചില കാര്യങ്ങൾ. അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞത് തന്നെ വീണ്ടും പറയാണ്, നിങ്ങൾക്ക് ഏറ്റവും സംശയമുള്ള ഭാഗങ്ങൾ കമൻറ്റുകളായിട്ട് ടൈപ്പ് ചെയ്താൽ തീർച്ചയായിട്ടും അതിൻ്റെ മറുപടി തന്നതിന് ശേഷം മാത്രമായിരിക്കും ഞാൻ അടുത്ത ക്ലാസ്സിലേക്ക് പോവുക. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം നമ്മുടെ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ചില കാര്യങ്ങൾ, ഇപ്പം ഞാനാണ് എന്ന് പറയാൻ അയാം എന്ന് ഉപയോഗിക്കാം. അതായത് ഐയുടെ കൂടെ ആം, ഞാൻ ആകുന്നു അല്ലെങ്കിൽ ഞാൻ ആണ്. ഇപ്പം അയാം ബിസി, ഞാൻ ബിസിയാണ്. ഐ എം എ ടീച്ചർ, ഞാനൊരു ടീച്ചറാണ്. ഐ എം ബ്രില്യൻറ്റ്, ഞാൻ ബ്രില്യൻ്റ് ആണ്. ഐ ആം എ ഫൂൾ, ഞാനൊരു ഫൂളാണ്. ഇങ്ങനെ ഏത് കാര്യമാണെങ്കിലും ഞാനാണ് അല്ലെങ്കിൽ ഞാനാകുന്നു, ഇപ്പം ഇങ്ങനെയാണ് എന്ന് പറയാനായിട്ട് നമുക്ക് ഐ ആം യൂസ് ചെയ്യാം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ആം എന്ന് പറയുന്നത് ഐയുടെ കൂടെ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ ഉള്ള കാര്യങ്ങൾ പറയാൻ നമ്മൾ ഐയുടെ കൂടെ ആം മാത്രമേ ഉപയോഗിക്കാനും പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ആമിൻ്റെ പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം ഞാൻ ഇന്നതാണ്, ഞാൻ ബുദ്ധിമാനാണ് അല്ലെങ്കിൽ ഞാൻ സ്മാർട്ടാണ്, ഐ ആം സ്മാർട്ട്. ഞാൻ ടീച്ചറാണെന്ന് പറയണം, ഐ ആം എ ടീച്ചർ. അല്ലെങ്കിൽ ഐ ആം എ ടീച്ചർ, ഞാൻ ഒരു ടീച്ചറാണ്. ഐ ആം ടീച്ചർ, ഞാൻ ടീച്ചറാണ്. അപ്പം എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ച് ഉപയോഗിക്കുക. എന്നാൽ നീ സ്മാർട്ടാണ് എന്ന് പറയാൻ യു ആർ സ്മാർട്ട് എന്ന് പറയാം. ഓക്കെ, യു ആർ സ്മാർട്ട്. ഇത് എഴുതി മനസ്സിലാക്കേണ്ടവരാണെങ്കിൽ അങ്ങനെ മനസ്സിലാക്കുക. ഇതിനായിട്ട് അടുത്ത ക്ലാസ് പറയുന്നത് ഇതുമായിട്ടൊക്കെ കണക്ട് ചെയ്ത് വരുന്ന ക്ലാസ്സുകളായിരിക്കും. ഓക്കെ, അപ്പം നീ സ്മാർട്ടാണ് എന്ന് പറയാൻ യു ആർ സ്മാർട്ട് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എവറി ഡേ നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഈ ക്ലാസ്സുകൾ എടുക്കുന്നത്. എല്ലാ ദിവസവും നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് ഈ ക്ലാസ്സുകളത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നീ സ്മാർട്ടാണ്, യു ആർ സ്മാർട്ട്. നീ ഹാപ്പിയാണ്, യു ആർ ഹാപ്പി. നീ ടീച്ചറാണ്, യു ആർ എ ടീച്ചർ. നീ വിദ്യാർത്ഥിയാണ്, യു ആർ എ സ്റ്റുഡൻറ്റ്. മനസ്സിലായോ? അപ്പം നീ ഇന്നതാണ് അല്ലെങ്കിൽ നീ ആകുന്നു എന്ന് പറയാൻ യു ആർ ഉപയോഗിക്കും. ഞാനാണ് അല്ലെങ്കിൽ ഞാൻ ആകുന്നു എന്ന് പറയാൻ ഐ ആം ഉപയോഗിക്കും. അപ്പം ഐ ആം എന്നതും യു ആർ എന്നതും നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇനി നോക്കിക്കോളൂ. അവൻ ഹാപ്പിയാണ്, ഹീ ഈസ് ഹാപ്പി. അവൻ സ്മാർട്ടാണ്, ഹീ ഈസ് സ്മാർട്ട്. അവനൊരു ടീച്ചറാണ്, ഹീ ഈസ് എ ടീച്ചർ. അവനൊരു സ്റ്റുഡൻ്റാണ്, ഹീ ഈസ് എ സ്റ്റുഡൻറ്റ്. അപ്പോൾ രാജു ആണ് സ്മാർട്ട് എന്ന് പറയാനോ, രാജു ഈസ് സ്മാർട്ട്. രാജു ഈസ് ബ്രില്യൻറ്റ്. രാജു ഈസ് എ ടീച്ചർ. രാജു ഈസ് എ സ്റ്റുഡൻറ്റ്. ഇങ്ങനെ നമുക്ക് ആരെ പറ്റിയാണോ പറയുന്നത് അത് മാറ്റി നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ ടീച്ചറാണെന്ന് പറയുമ്പം ഞാനും ടീച്ചറും അല്ല ഒരുമിച്ച് പറയണ്ടേ, ഞാനാണ് ടീച്ചർ എന്ന് വരിക. ഓക്കെ, അപ്പം ഐ ആം എന്നുള്ളതും യു ആർ എന്നതും ഹീസ് എന്നും മനസ്സിലായല്ലോ. ഇനി വരുന്നത് ഷീസാണ്. അവളാണ് എന്ന് പറയുമ്പം ഷീസ്. അവളൊരു ടീച്ചറാണ്, ഷീസ് എ ടീച്ചർ. അവൾ സ്റ്റുപ്പിഡാണ്, ഷീസ് സ്റ്റുപ്പിഡ്. അവൾ സ്മാർട്ടാണ്, ഷീസ് സ്മാർട്ട്. അവൾ എൻ്റെ അമ്മയാണ്, ഷീസ് മൈ മദർ. ഓക്കെ, അപ്പോൾ ആ മൈ എൻ്റെ എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അവൻ എൻ്റെ അച്ഛനാണ്, ഹീസ് മൈ ഫാദർ. അവൻ എൻ്റെ ഫാദറാണ്. എന്നാൽ അത് മാറി അവർ എന്ന ദേയിലേക്ക് വരുമ്പം, അപ്പം നമ്മൾ ഐയുടെ കൂടെ ആം ചേർത്തു, യുയുടെ കൂടെ ആർ ചേർത്തു, ഹീയുടെ കൂടെ ഈസ് ചേർത്തു. ഷീ എന്നതിൻ്റെ കൂടെ ഈസ് ചേർക്കുക എന്ന് വെച്ചാൽ അവിടെ എന്താണെന്നറിയോ, അവിടെ ഒരാളെ ഉള്ളെങ്കിൽ അവിടെയൊക്കെ നമ്മൾ ഈസാണ് ഉപയോഗിക്കേണ്ടത്. അതായത് ആണ് എന്ന് പറയാൻ, മറ്റുള്ള വാക്കുകളൊന്നും അവിടെ മനസ്സിൽ വെച്ചേക്കരുത്. ആണ് എന്ന് പറയാൻ ഈസാണ് ഉപയോഗിക്കേണ്ടത് ഒരാളുടെ കൂടെ. എന്നാൽ കുറേ പേരുണ്ടെങ്കിൽ ആറാണ്. അപ്പം അവർ ടീച്ചേഴ്സാണ്, ദേ ആർ ടീച്ചേഴ്സ്. അവർ ഹാപ്പിയാണ്, ദേ ആർ ഹാപ്പി. അവർ സ്മാർട്ടാണ്, ദേ ആർ സ്മാർട്ട്. അവർ ബ്രില്യൻ്റാണ്, ദേ ആർ ബ്രില്യൻറ്റ്. അവർ സ്റ്റുപ്പിഡാണ്, ദേ ആർ സ്റ്റുപ്പിഡ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഉപയോഗം, ഈ ഒരു രീതി മനസ്സിലായി കാണുമല്ലോ. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യാസമായിട്ട് ഇപ്പം ഞാനൊരു ടീച്ചറാണ് എന്നത് ഞാനൊരു ടീച്ചർ ആണോ എന്ന് ചോദിക്കാനാണെങ്കിൽ ഐ ആം എന്നത് മാറി അത് ആം ഐ എന്നാവണം. അപ്പം എന്താവും, ഞാനൊരു ടീച്ചറാണോ, ആം ഐ എ ടീച്ചർ. അപ്പം നീയൊരു ടീച്ചറാണോ എന്ന് പറയണമെങ്കിലോ, നീയൊരു ടീച്ചറാണ് എന്ന് പറയുമ്പോൾ യു ആർ എ ടീച്ചർ. നീയൊരു ടീച്ചറാണോ എന്ന് ചോദിക്കാൻ ആർ യു എ ടീച്ചർ.
അവനൊരു ടീച്ചറാണ്, ഹീസ് എ ടീച്ചർ. അവനൊരു ടീച്ചറാണോ, ഈസ് ഹീ എ ടീച്ചർ? അവനൊരു ടീച്ചർ ആണോ എന്നാണ് ചോദിക്കുന്നത്. അവളൊരു ടീച്ചറാണ്, ഷീസ് എ ടീച്ചർ. അവളൊരു ടീച്ചറാണോ, ഷീസ് എന്നുള്ളത് എന്താവണം, ഈസ് ഷീ എ ടീച്ചർ. അവർ ടീച്ചേഴ്സാണ്, ദേ ആർ ടീച്ചേഴ്സ്. അവർ ടീച്ചേഴ്സ് ആണോ, ആർ ദേ ടീച്ചേഴ്സ്? അപ്പം പിടികിട്ടിയോ? അപ്പം നമ്മൾ ഒരു പ്രത്യേക കാര്യം മനസ്സിലാക്കേണ്ടത്, ഏതാണെങ്കിലും എങ്ങനെയാണെങ്കിലും ആ ഒരു സെൻറ്റൻസിനെ കിട്ടിയാൽ ആ സെൻറ്റൻസിനെ വെച്ചുകൊണ്ട് മറ്റുള്ള സെൻറ്റൻസുകളിലേക്ക് പോകുന്നൊരു രീതിയാണ് ഞാനിപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സെൻറ്റൻസുകൾക്ക് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, അതിൻ്റെ കൺസ്ട്രക്ഷൻ മനസ്സിലാക്കിയതിന് ശേഷം അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയും തിരിച്ചും ഒക്കെയാണ് പഠിപ്പിച്ചാണ് ഞാൻ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ എടുക്കുന്നത്. അതായത് വളരെ എളുപ്പത്തിൽ, ഇപ്പം നിങ്ങൾക്ക് മറ്റ് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ നോക്കിയാലും മനസ്സിലാവും, ആ ഒരു രീതിയിലോ ആ ഒരു ക്രൈറ്റീരിയയിലോ അല്ല ഞാൻ പഠിപ്പിക്കുന്നത്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ക്ലാസ്സുകളുടെ കൂടെ ഇത് നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കിയിട്ട് അപ്പോൾ ഈ ക്ലാസ്സുകളുടെ തൊട്ട് മുമ്പുള്ള ക്ലാസ്സുകളൊക്കെ കാണാൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവും. അപ്പം നമ്മളിപ്പോൾ പഠിച്ചത്, ഞാനൊരു ടീച്ചറാണ്, ഐ ആം എ ടീച്ചർ. അവിടെ ഐ ആം ഹാപ്പി, ഐ ആം ബ്രില്യൻറ്റ്, ഇതെല്ലാം പറയാം. എന്നാൽ അവിടെ ആണോ എന്ന് ചോദിക്കുമ്പോൾ എന്താവും, ആം ഐ എന്നാവും. നീ ഒരു ടീച്ചറാണ് എന്ന് വരുമ്പോൾ യു ആർ എന്നാവും. നീ ഒരു ടീച്ചർ ആണോ, ആർ യു. അവനൊരു ടീച്ചറാണ്, ഹീസ് എ ടീച്ചർ ആണോ, ഈസ് ഹി, ഈസ് ഷീ, ആർ ദേ എന്ന് വരും. എന്നാൽ ഇവിടെ ഞാനൊരു ടീച്ചർ അല്ല എന്ന് പറയുമ്പം ഐ ആം നോട്ട് എ ടീച്ചർ. അവനൊരു ടീച്ചറല്ല, ഹീസ് നോട്ട് എ ടീച്ചർ. അവളൊരു ടീച്ചറല്ല, ഷീസ് നോട്ട് എ ടീച്ചർ. അവർ ടീച്ചേഴ്സ് അല്ല, ദേ ആർ നോട്ട് ടീച്ചേഴ്സ്. മനസ്സിലായോ? അതായത് ഓരോന്നിനും അതിൻ്റേതായ കാര്യങ്ങളെ അതിൻ്റെ രീതിയിൽ മനസ്സിലാക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് ഈ വ്യത്യസ്ത രീതിയിൽ, അതായത് ഹീസ്, ഐ ആം, യു ആർ, ഹീസ്, ഷീസ്, ദേ ആർ. ആം ഐ, ആർ യു, ഈസ് ഹി, ഈസ് ഷീ, ആർ ദേ. ഐ ആം നോട്ട്, യു ആർ നോട്ട്, ഹീ ഈസ് നോട്ട്, ഷീ ഈസ് നോട്ട്, ദേ ആർ നോട്ട്. ഇത്രയും വ്യത്യസ്ത രീതിയിലുള്ള കാര്യങ്ങളാണ് മനസ്സിലാക്കിയത്. ഇപ്പം നിങ്ങളിത് കേൾക്കുമ്പോൾ ചെറിയ കാര്യങ്ങൾ ഒരിക്കലുമല്ല, ഇതൊക്കെ എല്ലാവരും തെറ്റിക്കുന്ന, എല്ലാവർക്കും സംശയങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി പോയാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. ഏതായാലും ഇനി 15 ദിവസത്തെ ക്ലാസ് അല്ലേ. അപ്പോൾ ഈ ക്ലാസ്സുകളിൽ നമുക്ക് നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉള്ളത് കൂടി നിങ്ങൾ കമൻറ്റുകൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും പെട്ടെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പറ്റും. ഇപ്പോൾ നമ്മൾ പറയാണ് കുട്ടികൾ ഹാപ്പിയാണ്, ചിൽഡ്രൻ ആണ് കുട്ടികളല്ലേ, ആർ ഹാപ്പി. കുറേ പേരുണ്ടല്ലോ ഇപ്പോൾ ആറല്ലേ, ചിൽഡ്രൻ ആർ ഹാപ്പി. എന്നാൽ കുട്ടി ഹാപ്പിയാണെന്നാണെങ്കിലോ, ചൈൽഡ് ഈസ് ഹാപ്പി. കണ്ടോ? എന്നാൽ ടീച്ചർ ഹാപ്പിയാണ്, ടീച്ചർ ഈസ് ഹാപ്പി. ഞാൻ ഹാപ്പിയാണ്, ഐ ആം ഹാപ്പി. അപ്പം ഇങ്ങനെ ഒരു സെൻറ്റൻസ്, ഒരു വാക്ക് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അതിൻ്റെ സബ്ജക്റ്റുകൾ ആരാണോ പ്രവൃത്തി ചെയ്യുന്ന അവരെയും അതുപോലെ പ്രവൃത്തികളെയും മാറ്റി മാറ്റി നിങ്ങൾ വ്യത്യസ്തമായിട്ട് ചെയ്യാൻ നോക്കണം. അപ്പോൾ എന്താണെന്ന് ഗുണമെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ആ ഉദ്ദേശ്യങ്ങൾ മനസ്സിലാവുകയും നമുക്ക് പെട്ടെന്ന് ആ ക്ലാസ്സുകളിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും കഴിയും. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഈ ലാസ്റ്റ് കൊടുക്കുന്ന എക്സർസൈസ് നിങ്ങളൊന്ന് നോക്കുക, അത് നിങ്ങൾ മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പം ഞാൻ പറയാണ്, അവൻ സ്മാർട്ടാണ്. ഓക്കെ, അവൾ സ്മാർട്ടല്ല. അവർ കുട്ടികളാണ്. ഞാൻ കുട്ടിയല്ല. അവർ ടീച്ചേഴ്സാണ്. അവൾ ടീച്ചറല്ല. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്ത് എൻ്റെ കമൻറ്റ് ബോക്സിലിടുക. ഒപ്പം നിങ്ങളോട് പറയാണ് നിങ്ങൾക്ക് ഏത് ഭാഗമാണ്, അതായത് ഇതല്ലാതെ ഇപ്പം ഞാൻ പഠിപ്പിക്കുന്നതല്ലാതെ വേറെ ഭാഗങ്ങൾ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് ഓരോ ഭാഗങ്ങൾ വരുമ്പോൾ ഇതെങ്ങനെ ഉപയോഗിക്കാമെന്നൊക്കെയുള്ള സംശയങ്ങൾ കാണുമല്ലോ. തീർച്ചയായിട്ടും നിങ്ങളത് കമൻറ്റുകളായിട്ട് ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് തന്നെ മുന്നോട്ട് പോവുക. ഒപ്പം തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളിങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ അത് ഓരോരുത്തർക്ക് യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങളുടെ ഈ വെക്കേഷൻ ടൈമിൽ ഈ 15 ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ക്ലാസ് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും.
തീർച്ചയായിട്ടും എല്ലാവർക്കും ഈ ക്ലാസ്സുകൾ മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഒപ്പം തന്നെ മാക്സിമം കമൻസുകൾ, എക്സർസൈസുകളും അതുപോലെ തന്നെ നിങ്ങളുടെ ഡൗട്ട്സുകളും നിങ്ങളവിടെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് സംശയമുള്ള ക്ലാസ്സുകൾ ഞാൻ പേഴ്സണൽ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ ലഭിക്കുന്നുണ്ട്. അപ്പോൾ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്.